കടൽ മണൽ ഖനനത്തിൽ കടുത്ത ആശങ്കയിൽ മത്സ്യമേഖല. വൻതോതിലുള്ള മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്നതിനൊപ്പം കടലിന്റെ സ്വാഭാവികതയും ധാതുസമ്പത്തും ഖനനത്തിലൂടെ നഷ്ടമാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ കണ്ടെത്തൽ. ഖനനത്തിനായി ആദ്യം തെരഞ്ഞെടുത്തിട്ടുള്ളതും കൊല്ലത്തെ കടൽ ഭാഗങ്ങളാണ്. ഗുജറാത്തും ആൻഡമാൻ നിക്കോബാറും ഉൾപ്പെടെ 15ലധികം തീരമേഖലയാണ് കടൽ മണൽ ഖനനത്തിനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ ചാവക്കാടും പൊന്നാനിയും പിന്നെ വർക്കല മുതൽ അമ്പലപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന 85 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊല്ലം പരപ്പുമാണ് അതിൽ പ്രധാനം. ആദ്യഘട്ട ഖനനത്തിന് ലക്ഷ്യമിടുന്നതും കൊല്ലം പരപ്പാണ്. ഫെബ്രുവരി പകുതിയോടെ നടപടികൾ പൂർത്തിയാക്കി ഖനനം ആരംഭിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. കടലിന്റെ അടിത്തട്ടിലെ ചെളി നീക്കം ചെയ്താണ് മണൽ ഖനനം ചെയ്യുന്നത്. മത്സ്യങ്ങളുടെ പ്രജനനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചെളി നീക്കം ചെയ്യുന്നതിലൂടെ കടലിന്റെ ധാതുസമ്പത്ത് ഇല്ലാതാകുകയും മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് വഴിയൊരുക്കുമെന്നുമാണ് ആക്ഷേപം. രാജ്യത്തിന് വലിയ തോതിൽ വിദേശ നാണ്യം തേടിക്കൊടുക്കുന്ന മത്സ്യമേഖലയെ തകർക്കുന്നതിനൊപ്പം കടൽ ഖനനം അനുബന്ധ തൊഴിൽ മേഖലയെ ഇല്ലാതാക്കുകയും ചെയ്യും. മത്സ്യമേഖലയെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തുന്ന CMMRFന്റെ റിപ്പോർട്ടിൽ പോലും കടൽ മണൽ ഖനനം കടലിന്റെ നാശത്തിന് വഴിയൊരുക്കുമെന്ന് വ്യക്തമാക്കുന്നതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വികസിത രാഷ്ട്രങ്ങൾ പോലും തള്ളിക്കളഞ്ഞ കടൽ മണൽ ഖനനം സാമൂഹികാഘാത പഠനം പോലുമില്ലാതെയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നും മത്സ്യമേഖല ആരോപിക്കുന്നു. മത്സ്യത്തിന്റെ ലഭ്യതക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും ഇന്ധന വില വർധനവ് അടക്കമുള്ള പ്രതിസന്ധികളും മത്സ്യമേഖലയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുമ്പോൾ കടൽ ഖനനം ഈ മേഖലയെ തകർത്തെറിയുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ നിന്നും കേന്ദ്രം പിന്മാറണമെന്ന ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും പ്രതിവാളത്തുകൊണ്ടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.